വിലയേറിയ ദൈവിക വചനത്താൽ സർവശക്തനായ ദൈവം രാവിലെ മുതൽ അഭിഷിക്തന്മാരിൽ കൂടെ ശക്തമേറിയതായ ദൂതുകളും ആലോചനകളും അരുളപ്പാടുകളും പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും എല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി നമ്മെ മാനിക്കുവാനിടയായി. അവിടുത്തെ സകല ധനമഹത്വത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ സമ്പന്നരാക്കിയിരിക്കുകയാണ്. നാം ഇന്ന് വെറുതെ ഇവിടെ കടന്നു വന്നതല്ല. നാം ഒഴിഞ്ഞവരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിറഞ്ഞവരായി മടങ്ങിപ്പോകുവാൻ, സമ്പന്നരായി മടങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മെ അവിടുന്ന് സഹായിക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ 2002 മുതലാണ് ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ഞാൻ ആദ്യമായാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. സാംകുട്ടി പാസ്റ്ററുമായാണ് ഞാൻ 3 വർഷത്തെ പരിചയമുള്ളത്. കർത്താവിന്റെ ദാസനോട് പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യുകയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മകളിൽ സഹകരിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുന്നേ ഗിരി ചർച്ചിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനിടയായത്. നമ്മുടെ ഇന്ത്യയിൽ നാം താമസിക്കുന്ന ഈ രാജ്യത്ത് വടക്കേന്ത്യയിൽ അനേക സ്ഥലങ്ങളിൽ പുതിയ ചർച്ചുകൾ തല്ലി തകർക്കുകയാണ്. അഭിഷിക്തന്മാരെ മാരകമായി മുറിവേൽപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. സുവിശേഷത്തിന് വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ ഇത്രത്തോളം വലിയ സ്വാതന്ത്ര്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇവിടെ കടന്നു വന്നു. ഇതിന്റെ പണികള്, ഈ പ്ലേസ്, ഇതിന്റെ എൻവയറോൺമെന്റ് എല്ലാം ശ്രദ്ധിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവ് പ്രകാരം പറയുവാനിടയായി. ആവർത്തനം 32:8 ഇങ്ങനെ പറയുന്നു, മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കളുടെ സംഖ്യക്കൊത്തവണ്ണം ജാതികളുടെ അതിർത്തിയെ നിർണയിച്ചു. ദൈവമക്കളെ, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? This is the land reserved by God. Hallelujah. നാം അറിയുന്നതിനേക്കാൾ മുമ്പേ, കാണുന്നതിനേക്കാൾ മുമ്പേ, ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ ഈ ഭൂമി സ്വർഗത്തിലെ ദൈവം മുദ്ര വെച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ സഭ ആരംഭിക്കുവാനുള്ള ചരിത്രം ഞാൻ പുസ്തകത്തിൽ നിന്ന് ലഘുവായി വായിച്ച് മനസ്സിലാക്കുവാനിടയായി. അത് നമ്മുടെ ദൃഷ്ടിയിൽ ആ വർഷമൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നവേ സ്വർഗത്തിലെ ദൈവം അനാദിയുള്ളവൻ, ശാശ്വതവാസി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും അടയ്ക്കാതെ തുറക്കുവാൻ കഴിയുന്നവൻ, അന്തിജാലക്കെന്നുള്ള കണ്ണുള്ളവൻ, മാറത്തെ പൊന്നിച്ച് ധരിച്ചവൻ, ചുട്ടുപഴുത്ത വെള്ളോട് സദൃശമുള്ള കാലടിയോട് മുടിവ്, അംഗക്കരിയുടെ തലയിൽ വച്ച പെരുവെള്ളങ്ങൾ പോലെ ഗാംഭീര്യതയോട് കൂടിയവനായ ദൈവം, ഞാൻ Almighty God, Jesus Almighty God. Hallelujah. ജീസസ് ഓൾമൈറ്റി ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംനിപോട്ടന്റ്, സർവശക്തൻ, ഓൾമൈറ്റി ഗോഡ്. അങ്ങനെ കർത്താവിന് ഒത്തിരി നാമങ്ങളുണ്ട്. അത് എത്ര മണിക്കൂർ നിന്ന് വിവരിച്ചാലും അത് തീരുകയില്ല. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരൊറ്റ പാട്ട് പോലെ എഴുതിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരെഴുത്ത് എഴുതിയിട്ടുള്ളൂ. അതെന്തിനാണെന്നറിയാമോ? വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി കാത്തു നിൽക്കാൻ പലരും. സ്തോത്രം. കർത്താവ് യവന്മാരെ പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവനാണിവളെ കല്ലെറിഞ്ഞ്? മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം മൂത്തവൻ മുതൽ ഇളയവൻ വരെ സ്റ്റാൻഡ് വിട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ഈരടികൾ പാടിക്കൊണ്ട് ഞാൻ തുടർന്ന് ശുശ്രൂഷിക്കുകയാണ്. സ്തോത്രം. കണ്ടാലോ അറിയുകില്ല, ഊഴപൂച്ചാൽ പോലെ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മോഹശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, മകനെ മകനെ നീ മാന്യയായിടുവാൻ
മകനെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. Glory to God. ആ ഗെത്സമന പൂങ്കാവനത്തിൽ സകല മാനവരാശിയുടെയും പാപം തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചപ്പോൾ യേശു കർത്താവിന്റെ ശരീരത്തിൽ നിറ്റിറ്റ് വീഴുന്നതായ വേർപ്പുതുള്ളികൾ വലിയ രക്തത്തുള്ളികൾ പോലെയായിരുന്നു. ചവണ കൊണ്ട് മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്തു, കണ്ണുകെട്ടി മുട്ടി ചുരുട്ടി ഇടിച്ചു. ഹേ ക്രിസ്തുവേ, നീ പ്രവചിക്ക്, നിന്നെ ഇടിച്ചതാര്? ചൂണ്ടയും വെല്ലിൻ കഷണങ്ങളും ഉൾക്കൊളുത്തും കൊണ്ടുള്ള ചാട്ട കൊണ്ട് യേശുവിന്റെ പുറമെല്ലാം അടിച്ചു കീറി. ഭാരമേറിയ പച്ച പൈൻമര കുരിശ് വീണും എഴുന്നേറ്റും കാൽവരുടെ കുലക്കളത്തിലേക്ക് നടന്നു പോകുന്ന യേശുവിനെ ആത്മാവിൽ ദർശിച്ചാട്ടെ. അവന്റെ അടിപ്പിണരാലാണ് നാം സൗഖ്യം പ്രാപിച്ചത്. അടികൊണ്ടും ഇടികൊണ്ടും കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചാഞ്ഞടിച്ചു. ആകാശത്തിനും ഭൂമിക്കും മധ്യ ദൈവത്തിന്റെ പൊന്നോമന കുമാരൻ ദൈവക്രോധത്തിന്റെ വറചക്കിൽ ബന്ധിരിക്കുകയാണ്. പാറയിൽ വെട്ടിയതായി കുഴിയിലേക്ക് യേശു കർത്താവിനെ അടിച്ചതായി ക്രൂശ് ഉയർത്തിയിട്ടപ്പോൾ അവന്റെ അസ്ഥികളെല്ലാം ബന്ധപ്പെട്ടു. ഹല്ലേലൂയ. നമ്മെ സൗന്ദര്യ സമ്പൂർണരാക്കുവാൻ ദൈവത്തിന്റെ പൊന്നോമന കുമാരൻ ദൈവക്രോധത്തിന്റെ വറചക്കിൽ അവൻ ബന്ധിരിക്കുകയാണ്. ഓ ജീസസ് ഓൾമൈറ്റി ഗോഡ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട്, യേശു കർത്താവിന്റെ പുണ്യാഹ രക്തം കൊണ്ട്. ഹല്ലേലൂയ. ആ രക്തത്തിൽ എത്രമാത്രം നമുക്ക് ആശ്രയിക്കുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം ഭയത്തിന്റെ വിഷയങ്ങൾ, പോരിന്റെ വിഷയങ്ങൾ ആഞ്ഞടിച്ചു, അവിടെയെല്ലാം നാം വിജയിച്ചു പോന്നത് കർത്താവിന്റെ രക്തത്താലല്ലയോ? സ്തോത്രം. യേശു കർത്താവിന്റെ ക്രൂശിങ്കൽ അവന്റെ പാദാന്തികെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലുകളും മടങ്ങും. എല്ലാ നാവും യേശു കർത്താവിന്റെ ഏറ്റു പറയുന്ന നാളുകൾ വരും. അത് വിദൂരമല്ല, അത് സംഭവിക്കുവാൻ പോവുകയാണ്. അവ ഈ ലോകത്തിലെ സകല വിഷയങ്ങളും വിളിച്ചു പറയുന്നു. ആമേ, കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. ആമേ, സ്തോത്രം. ദർശകൻ നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ്, ഇതാ നോഹയുടെ കാലം പോലുള്ളതായ ഒരു കാലം. സ്തോത്രം. ആമേ, എന്തിനും ഏതിനും മടിയില്ലാത്തതായ ഒരു തലമുറ. ആമേ, സ്തോത്രം. സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ചു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അധർമ്മം കൊണ്ടും പാപം കൊണ്ടും വഷളത്വം നിറയുന്നതായ ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ നമ്മുടെ ദൗത്യം വളരെ വലുതാണ് ദൈവമക്കളെ. സ്തോത്രം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രാരംഭമായ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരു വേദശകലം വായിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നട്ടെ. സ്തോത്രം. അതിന് നമുക്ക് സങ്കീർത്തനം 78 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിച്ചട്ടെ. 78 സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങൾ. ഹല്ലേലൂയ. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 78 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. എന്റെ ജനമേ, എന്റെ ഉപദേശം കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക. കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചുവല്ലോ, നമ്മുടെ ഹൃദയത്തിന് 5 കവാടങ്ങളുണ്ട്. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലായി കാണും. സ്തോത്രം.
പുരാതന കടങ്കഥകളെ പറയുന്നവനായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. ഇന്ന് നമുക്ക് കുറച്ച് കടങ്കഥകൾ, ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് കുറച്ച് കടങ്കഥകൾ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, ആമേൻ. അനാദിയുള്ളവനായ ദൈവം പ്രകൃതിയിൽ കൂടെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആമേൻ. 19 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം കർത്താവിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങൾ ചെല്ലുന്നു. അവിടെ സൂര്യനിൽ കൂടാരമടിച്ചിരിക്കുന്നു, അത് മണ പറയുന്നു, പുറപ്പെടുന്ന മണവാളന തുല്യം. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചു ഓർക്കുമ്പോൾ മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്താണുള്ളത്? വെറും പുൽക്കൊടിക്ക് സമാനനായ ആമേൻ മനുഷ്യൻ. സ്തോത്രം. ഒരു വെയിലടിച്ചാൽ വാടിപ്പോകുന്നതായ മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സെക്കൻഡിൽ 90 ലക്ഷം ടൺ ഹീലിയമാണ് സൂര്യനിൽ കത്തിജ്വലിക്കുന്നത്. സ്തോത്രം. അതിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ അതിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഗോളത്തെയും ഈ ഭൂമിയെയും അതിന്റെ ഗ്രഹങ്ങളെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും നിശ്ചിത സ്ഥാനത്ത് നിർത്തി. സ്തോത്രം. അത് അതിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് കോടാനുകോടി വർഷങ്ങളായി. സ്തോത്രം. അല്ലയോ മനുഷ്യ, എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, നീ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. റോമാലേഖന കർത്താവ് പ്രകാരം വിളിച്ചു പറയുന്നു, 1:18 അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യന്റെ അനീതിക്ക് അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാകുന്ന ദൈവം അവർക്ക് വെളിപ്പെടുത്തി. അവന്റെ നിത്യശക്തി, ദിവ്യത്വമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. എന്നാൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. പ്രകൃതിയിൽ കൂടെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം, പ്രപഞ്ചത്തിൽ കൂടെ തന്നെ വെളിപ്പെടുത്തുന്നവനായ ഒരു ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സ്തോത്രം. അവന് വേണ്ടുന്നതായ എല്ലാ നന്മകളും ഈ ഭൂമിയിൽ സർവശക്തനായ കർത്താവ് നൽകി കൊടുത്തു. ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ലക്ഷ്യമൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സത്യദൈവത്തെ തിരിച്ചറിയണമെന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. പുരാതന കടങ്കഥകളെ ഞാൻ പറയും. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ യേശു കർത്താവ് പല സമയങ്ങളിലും ശുശ്രൂഷിച്ചത് ഉപമകളായി പ്രസ്താവിച്ചു. ഞാൻ ഉപമകൾ പ്രസ്താവിക്കുവാൻ വായ തുറക്കും. പുരാതനമായ കാലം മുതലുള്ള കടങ്കഥകളെ ഞാൻ നിങ്ങളോട് അറിയിക്കും. ദൈവത്തിന് ഹല്ലേലൂയ. Glory to God. Praise the Lord. അപ്പൊ നമുക്ക് കടങ്കഥയുടെ കെട്ടുകൾ അഴിക്കാം. ആ കെട്ടഴിയുന്നതോടുകൂടെ അനേക കെട്ടുകൾ ഇവിടെ അഴിയും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരാൽ ഈ മിറക്കിൾ സംഭവിക്കും. അവിശ്വാസമുണ്ടെങ്കിൽ സംഭവിക്കില്ല, വിശ്വാസമുണ്ടെങ്കിൽ സംഭവിക്കും. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ വാക്യങ്ങൾ വായിച്ചേക്കാം. മത്തായി 13:44. ആമേൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള വചനങ്ങൾ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള വചനങ്ങൾ. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗ്ഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ആമേൻ. വേണ്ടുന്നതായ മെസ്സേജുകളും ദൂതും സഭയ്ക്കുള്ള ആലോചനയൊക്കെ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. സമയം എപ്പത്തിയിരുന്നു അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഒട്ടും സമയം കൂടുതൽ എടുക്കില്ല. പറഞ്ഞ സമയത്ത് തന്നെ നിർത്തും. അപ്പോൾ കർത്താവ് ഒരു കടങ്കഥ അവരോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി. എല്ലാവരും ഒരു നിമിഷം കൊണ്ട് ചിന്തിക്കണേ, ശ്രദ്ധിക്കണേ. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു, അവനത് മറച്ചു.
അപ്പൊ ആ വയല് വാങ്ങാൻ അവൻ എന്ത് ചെയ്തു? തന്റെ വീട് പോയി, കാറ് പോയി, മൊബൈല് പോയി, ആട്ടിൻപറ്റം പോയി, അങ്ങനെ എല്ലതും വിറ്റ് അവനത് വാങ്ങി. അപ്പൊ അവനൊരു പേര് കിട്ടി, കലക്ക വെള്ളത്തിൽ മുങ്ങിയ ഒരു മണ്ട ശിരോമണി. കലക്ക വെള്ളത്തിൽ മുങ്ങി കൈകൊട്ടുകാരുടെ കൂടെ നടക്കുന്ന ഒരു മണ്ട ശിരോമണി. പ്രാർത്ഥനക്കാരുടെ കൂടെ നടക്കുന്നത് കിടക്കാൻ കിടപ്പാടമില്ല. ഏത് സമയത്തും വാടകക്കാരെ അവിടുന്ന് ഇറക്കി വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വാങ്ങിയവൻ വിഡ്ഢിയല്ലായിരുന്നു. ഈ വയലാണ് ഇവൻ വാങ്ങിയത്. ഞണ്ട് നിറഞ്ഞു കിടക്കുന്ന വയല്, അട്ടയും തേളും നിറഞ്ഞ വയല്. എല്ലാവരും നോക്കി പറഞ്ഞു, ഇന്നടത്ത് ഇന്നാർക്ക് തലയ്ക്ക് വട്ടാണ്. സ്തോത്രം. കഴുത്തേലും കാതലൊക്കെ ഉണ്ടായിരുന്നു, ഊരിക്കളഞ്ഞു. കലക്ക വെള്ളത്തിൽ മുങ്ങി തലയിൽ ഒരു വെളുത്ത് തുണിയിട്ടുണ്ട്, കൈകൊട്ടുകാരൻ കൂടെ നടപ്പാണ്. അപ്പൊ ഇത് വാങ്ങുവാൻ എന്ത് ചെയ്തു? ഉള്ളതൊക്കെ കൊടുത്തു. യേശു കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്ത ഒരുത്തരും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. പുരാതനമായ കടങ്കഥ. ഇതിന്റെ അർത്ഥം ലോക മനുഷ്യൻ അറിഞ്ഞുകൂടാ. അത് തിരിച്ചറിയണമെങ്കിൽ ദൈവകൃപയുള്ളവനെ തിരിച്ചറിയാൻ സാധിക്കും. അവൻ നോക്കിയിട്ട് പറയുകയാണ്, ഈ വയല് വാങ്ങിയിട്ട് ഇപ്പൊ എന്ത് പ്രയോജനമുണ്ടായി? അതിൽ നിന്ന് മാസം 1000 രൂപ വാടക കിട്ടാനുള്ള മാർഗം പോലും ഇല്ല. സ്തോത്രം. ആമേ. അതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ കാലിൽ മുഴുവൻ ചേറാകും. സ്തോത്രം. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഹല്ലേലൂയ. ഇവന്റെ ഉപവാസം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇവന്റെ പ്രാർത്ഥന കൊണ്ട് വല്ല കാര്യമുണ്ടോ? ട്രാക്ട് വിതരണം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇവൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കുഴിച്ചിടും? കുറച്ച് വർഷം മുമ്പ് എന്റെ ചർച്ചയിരിക്കുന്ന കുന്നംകുളത്താണ്. കുറച്ച് വർഷം മുമ്പ് സ്വല്പമൊക്കെ ഗൗരവത്തിൽ നിൽക്കുന്ന സമയം. അതിങ്ങനെ സമാധാനത്തോടൊന്നും മറുപടി പറഞ്ഞ സ്വഭാവമൊക്കെ എനിക്ക് വളരെ കുറവാണ്. പെട്ടെന്നാണെങ്കിൽ മുറി രണ്ടാമത്തെ സ്വഭാവം. സ്തോത്രം. നിങ്ങളുടെ കൂടെ കൂടിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊണ്ട് അടക്കുന്നതെന്ന് ചോദിച്ചു ഒരു വല്യപ്പൻ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ മരിച്ചിട്ട് ഉപ്പിട്ടുണങ്ങിയത് വല്ലയിടത്തും വല്യപ്പൻ അറിയാമോ എന്ന് ചോദിച്ചു. സ്തോത്രം. അതിനുള്ള മറുപടി. സ്തോത്രം. അതില്ല. വേറൊരു വല്യപ്പൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മൂലക്കെട്ടി ഇറക്കുകയാണോ എന്ന് ചോദിച്ചു. ആ വല്യപ്പനോട് തിരിച്ചു ചോദിച്ചു, സൂര്യൻ എങ്ങനെ ഉദിക്കണമെന്ന് വല്യപ്പൻ അറിയുമെന്ന് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനോട് ഇതുപോലെ മുട്ടാത്തർക്ക ചോദ്യമായി ചിലര് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്തധികാരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്തധികാരം കൊണ്ട് അതൊക്കെ ചെയ്യുന്നത്? കടങ്കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ വ്യാഖ്യാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പുരാതനമായ കടങ്കഥ പറഞ്ഞു. എന്തധികാരം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങളോട് പറഞ്ഞു. ഞാനൊരു വാക്ക് നിങ്ങളോട് ചോദിക്കും. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? അപ്പൊ പരീശന്മാരും ശാസ്ത്രിമാരും 2 വിഭാഗം തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് പറയുന്ന എന്താ നിങ്ങളന്ന് വിശ്വസിക്കാത്തത്? വേഷം കണ്ട് കയ്യിൽ വെച്ചാൽ മതി മോനെ, ഈ പരിപ്പ് ഇവിടെ വേവില്ല, പതുക്കെ കാര്യവിട്ടോളം പറഞ്ഞു. എല്ലാം പിരിഞ്ഞു പോയി. ഹല്ലേലൂയ. അവൻ സ്വർഗരാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുവാൻ നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ദൗത്യ ദീപശിഖയുമായി ഇത് വടക്കോട്ട് പോകണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇത് കിഴക്കോട്ട് പോകണം. സ്തോത്രം. ഇവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യെരൂശലേമിന്റെ മതിലുകൾ തകർന്നും വാതിലുകൾ ചണ്ടിക്കൂമ്പാരമായി കിടക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ ദാസന്മാർ പറയുകയാണ്, ഞങ്ങൾ എഴുന്നേറ്റ് യെരൂശലേമിന്റെ മതിലുകൾ പണിയും. യെരൂശലേമിന്റെ മതിലുകൾ പണിയും. യെരൂശലേമിന്റെ മതിലുകൾ പണിയും. വിദൂരമല്ലാത്ത ഭാവിയിൽ പണി നടക്കും. അതിനുള്ള ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്.
അത്രയ്ക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ട് പണിത ഒരു കെട്ടിടം ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ സ്തോത്രം അല്ലെ, നല്ല സ്ട്രോങ് ഫൗണ്ടേഷനാ. പിന്നെ ഞാൻ ചിന്തിച്ചു ട്രെയിനൊക്കെ ഇതിൽ പോകുന്നുണ്ടായിരിക്കും ഇത്രയ്ക്ക് സ്ട്രോങ് ഇട്ടിരിക്കുന്നതെന്ന്. ചിലരുടെ കർത്താവിന്റെ നാമത്തിന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? ചെയ്തു എന്നുള്ള പേരിന് ചെയ്യും, പക്ഷെ അത് വേറെ മനസ്സോടും കൂടെ ചെയ്യുന്നവരെ രണ്ടും രണ്ട് ചെയ്താൽ. ഹല്ലേലൂയ. യഹോവ വീട് പണിയാതിരുന്നാൽ, യഹോവ വീട് പണിയാതിരുന്നാൽ, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ, യഹോവയായ ദൈവത്തിന്റെ പണി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഇതിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോവുക. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, പദ്ധതിയുണ്ട്, പദ്ധതിയുണ്ട്. ഓ ജീസസ്. മതിൽ പണികൾ നടക്കും. ആമേൻ. സ്തോത്രം. വടക്കോട്ടും കിഴക്കോട്ടും വ്യാപിക്കും. സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ യഹോവയായ ദൈവമാണ് ഇതിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യഹോവ വീട് പണിയായിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അതിന്റെ നല്ല ഉദ്ദേശത്തോടു കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ. ഞാൻ മടങ്ങി വരികയാണ്. അപ്പോൾ സ്വർഗരാജ്യത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതിലൊരു കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വയലിൽ ഒളിച്ചു വെച്ചതായ ഒരു നിധിയോട് സദൃശ്യം. ഈ വയലിൽ ഒളിഞ്ഞിരിക്കുന്നതായ നിധി ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർക്ക് അറിഞ്ഞുകൂടെ, MLA ക്ക് അറിഞ്ഞുകൂടെ, MP ക്ക് അറിഞ്ഞുകൂടെ, IPS കാരന് അറിഞ്ഞുകൂടെ, IG ക്ക് അറിഞ്ഞുകൂടെ, SP ക്ക് അറിഞ്ഞുകൂടെ, ഇവന്മാർക്കൊന്നും അറിഞ്ഞുകൂടാ. സ്തോത്ര. കലക്ടർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവകൃപയുള്ളവൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഒരു കാലത്ത് സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ എന്ത് ചെയ്യേണ്ടു, എവിടെ പോയി ചാവേണ്ടെന്ന് ചിന്തിച്ച് നടന്ന കാലത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്നെയും എന്നെയും വിളിച്ച് വേർതിരിച്ച് അവന്റെ മക്കളും അവകാശികളുമാക്കി തീർത്ത് പുത്രന്റെ അവകാശം നൽകി തന്ന് ഇന്ന പകലിൽ ഇതിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. സ്തോത്രം. പ്രവചനം 18 പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉശവന്റെ കയ്യിൽ കളിമണ്ണുണ്ടായിരുന്നു, ചക്രത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. എന്നാൽ എന്ത് ചെയ്തെന്നറിയാമോ? ഇത് അവന്റെ കയ്യിലിരുന്ന് ചീത്തയായി പോയി. സ്തോത്രം. പക്ഷേ ഈ കളിമണ്ണ് വലിച്ചെറിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാമെന്നല്ല കുശവൻ വിചാരിച്ചത്. തന്റെ ഹൃദയത്തിൽ രൂപമെടുത്തതായ ഒരു ഡിസൈൻ കൊടുത്തതിന് മറ്റൊരു പത്രമാക്കി തീർന്നു. പലവിധമായ പ്രതിബന്ധങ്ങളിൽ, നിന്ദകളിൽ, കേസുകളിൽ, കുടുക്കുകളിൽ കുടുങ്ങിയത് എന്തിനാ? നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലനിന്നിട്ട് അനേക കാര്യങ്ങൾ കർത്താവ് അടിയിൽ കൂടെ ചെയ്തെടുത്തിട്ട് എന്തുകൊണ്ടാണ് കർത്താവെ ഇങ്ങനെ ഒരു അകൽച്ച 13 കൊല്ലത്തേക്ക്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 100 കണക്കിന് അതുപോലെ കുടുംബങ്ങളെ പണിതെടുക്കാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കുഴിച്ചിടാൻ സെമിത്തേരി ഇല്ല. കുന്നംകുളത്തെ കാര്യമില്ല പറഞ്ഞ. കുന്നംകുളത്ത് 1 ഏക്കർ 85 സെന്റ് സ്ഥലമുണ്ട്. വി നാഗൽ ഗാർഡൻ ബറിയൽ ഗ്രൗണ്ട് എന്നാണ് അതിന്റെ പേര്. ഓഫീസ് മുറിയുണ്ട്, ഗാർഡൻ ഉണ്ട്, തെങ്ങുണ്ട്, പ്ലാവുണ്ട്, എല്ലാം ഉണ്ട്. ഇടയ്ക്ക് മീറ്റിംഗും ലൈബ്രറിയും ഒക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ വീഡിയോ പിടിച്ചയച്ചുതരാം. ഞാൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു കുറെ നാള്. ഇപ്പൊ ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വി നാഗൽ സാഹിബ് വന്ന കാലത്ത് വാങ്ങിച്ച് തന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാലാകാലം കൊണ്ട് ഒരുവിധമൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വന്നു. അധിനിവേശം വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭരണ സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ എല്ലാ ശക്തികൾ, ശൂദ്രശക്തികൾ ഓടിച്ചു കളഞ്ഞിട്ട് ചുറ്റും മതിൽ കെട്ടി. ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇട്ട് തരാം കേട്ടോ. താങ്കൂട്ടി പാസ്കാച്ച് നിങ്ങൾ കണ്ടോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വളരെ സെറ്റപ്പോട് കൂടിയാണ് എല്ലാ സെറ്റപ്പും അല്ലെങ്കിൽ വളരെ മനോഹരമായാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ സെമിത്തേരി അങ്ങനെ ആയിരിക്കണം. ബന്ധുക്കാസുകാരെ കുറിച്ച് പൊതുവെ പറയുന്ന കുറ്റം എവറസ്റ്റ് സെമിത്തേരിക്ക് അവിടെ കാടും വെട്ടില്ല, വഴി തെളിക്കില്ല. ആ മരിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് വഴി നന്നാക്കിയിടും. അതുപോലെ ആകരുത്, ഒരു ഗാർഡൻ ആയിരിക്കണം, ഗാർഡൻ ബറിയൽ ഗ്രൗണ്ട് ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സമയം വളരെ മുന്നോട്ട് പോകും. അപ്പോ ഈ വയലിൽ ഒളിച്ചു വെച്ച നിധി എങ്ങനെയിരിക്കുന്നു? ദേശവാസികൾക്ക് അറിഞ്ഞുകൂടാ, വിദ്യാസമ്പന്നർക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടതിന്റെ മഹത്വം കണ്ടവൻ ഇവൻ നിന്നയേൽക്കുക, അവൻ തുപ്പലേൽക്കുക, ചാട്ടവാദം കൊണ്ട് അടിയേൽക്കുക. പക്ഷെ ഇവൻ വിട്ടു കൊടുക്കുന്നില്ല. ഇവനറിയാം, ആമേ സ്തോത്രം, എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ആമേ ഇത് വലിയൊരു നിധിയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. കോഹിനൂർ ഡയമണ്ട് എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് അറിയാവോ നിങ്ങൾക്ക്? കോഹിനൂർ രത്നം എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് അറിയാവോ? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോ. കറക്റ്റ്. ഓൺലി വൺ ഇൻ ദ വേൾഡ്. കോഹിനൂർ ഡയമണ്ട് ലോകത്തിൽ ഒന്നൊന്നേ മാത്രമേ ഉള്ളൂ. കാലത്ത് മുതല് എക്സാമ്പിൾ പറയാട്ടോ, കാലത്ത് മുതല് ആമേൻ ചാള കിലോന് 100 രൂപയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോ ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ 4 മണിയാകുമ്പോഴത്തേക്കാം 2 കിലോ 100 രൂപയ്ക്ക് കൊടുക്കാം. അങ്ങനെ സമയം വൈകുമ്പോൾ വില കുറച്ച് കൊടുക്കുന്ന ഒരു സാധനമല്ല ഇത്. നീ കേറിയാലും കേറിയില്ലെങ്കിലും സമയത്തിന് കൃപയുടെ വാതിലടക്കും. ആമേ. വഴിയാത്രക്കാരന് വേണ്ടി അയ്യോ ഒന്ന് കുറച്ചു നേരം നിൽക്കണേ, ഒരാൾ കൂടെ കുളിമുറിയിലുണ്ട്, അവരും കൂടെ വന്നിട്ട് വണ്ടി വിടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമല്ല. 120 വർഷം ന്യായവിധി പ്രസംഗിച്ചതായ നോഹ പെട്ടകത്തിൽ കയറി 7 ദിവസം കഴിഞ്ഞ ശേഷം മഴ തുടങ്ങിയുള്ളൂ. പിറ്റേ ദിവസം തുടങ്ങാറുണ്ട് യുവന്മാരൊക്കെ പൊത്തിപ്പിടിച്ച് കയറിയാണ് എന്റെ ബോളില്. മൂത്താശ്ശേരി, കൊച്ചാശ്ശേരി, വലിയാശ്ശേരി എല്ലാ ശരി ഉണ്ടായിരുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് മഴ തുടങ്ങിയുള്ളൂ. അന്ന് നോഹൻ എല്ലാരും വിളിച്ചു പറഞ്ഞു, ഒരു മണ്ട ശിരോമണിയിൽ നടക്കുന്നുണ്ട്, തലയ്ക്ക് വട്ടാണ്, അതിന് ചെന്നീറ അസുഖാണെന്ന് തോന്നുന്നേ, പ്രായമായി കഴിഞ്ഞെങ്കിലൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞ് കളിയാക്കി കൊണ്ടൊക്കെ നടന്നു. പുള്ളി അത് ഗവനിച്ചൊന്നുമില്ല. അവൻ പുള്ളി പെട്ടകത്തിന്റെ പണി കയറി 7 ദിവസം കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയത്. പത്തായി പറഞ്ഞു ഞാൻ ആ പാറയുടെ മുകളിൽ കയറി ഇരിക്കാന്ന്. മർക്കോസ് പറഞ്ഞു ഇപ്പുറം പോയിട്ട് ടാർപ്പായിട്ടും കൂടിയാൽ മതി. സ്തോത്രം. ആകാശത്തിന്റെ കിടിവാതിലുകൾ തുറന്നു, ആടിക്കടിയില് ഉറവുകളും തുറന്നു. മത്തായി ഉണ്ടായില്ല, മർക്കോസും ഉണ്ടായില്ല, അവർക്ക് വെള്ളം കുടിച്ച് മണ്ണടിഞ്ഞു പോയി. സ്തോത്രം. അതാ നോഹയുടെ കാലം പോലുള്ള ഒരു കാലം ന്യായവിധിക്ക് സമയം സമാഗതമായിരിക്കുന്നു. ആവർത്തനത്തിന്റെ മറുപടി തന്നെ വ്യാപരിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്ന ഒരു ദ്രവ്യാഗ്രഹമുള്ളവരും ആവൻ കുലപാതകന്മാരും വഞ്ചകന്മാരും ക്രൂരന്മാരുമായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതായ നിധി, ഹല്ലേലൂയ, അവന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കും? ഹല്ലേലൂയ. നീ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്, ആ ദേശത്ത് നിന്ന് മാത്രമേ നിനക്ക് കണക്ഷൻ വരുള്ളൂങ്കിൽ ഈ ലോകത്തിലെ സ്തോത്രം 5 വൻകരയിൽ നിന്നും ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നീ അതോടെ ഭാരപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 13:1 വാക്യം വെച്ചേ. ആമേൻ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 13:1 അവൻ ദേവാലയത്തെ വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നീ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒലിവുമലയിൽ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട്, അത് എപ്പോൾ സംഭവിക്കും? അതിന് എല്ലാം നിവർത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത്, ഹല്ലേലൂയ, സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.
യേശു കർത്താവിന്റെ മറ്റൊരു പ്രഭാഷണമാണ് യെരൂശലേം ദേവാലയത്തിന്റെ പണി കാണിക്കുകയാണ്. സ്തോത്രം. സോളമന്റെ കാലഘട്ടത്തിൽ BC 900 പണിയപ്പെട്ടിരിക്കുന്നതായ യെരൂശലേം ദേവാലയം പിന്നീട് കൊണ്ടുവന്നതായ അധിനിവേശങ്ങളിൽ പല സമയങ്ങളിലും ഇത് തകർക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ 42 വർഷം കൊണ്ട് ഹെരോദാവ് പുതുക്കി പണിത യെരൂശലേം ദേവാലയമാണ്. 70 അടി നീളമുള്ളതായും 5 അടി ഉയരമുള്ളതുമായ കല്ലുകൾ വെച്ചാണ് അത് പണിതിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നന്നായിരിക്കുന്ന മക്കളെ, ഒരു ചായയൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തരണമെന്നൊക്കെ പറയുന്നു വിചാരിച്ച. പക്ഷേ അല്ലെങ്കിൽ പുറത്തെ ഭംഗി കണ്ടിട്ട് അകത്തെ അശുദ്ധി കണ്ടിട്ട് മാർക്കിടുന്നവനല്ല ഈ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രവാളി പോലെ വെട്ടിത്തിളങ്ങുന്ന യെരൂശലേം ദേവാലയത്തിന്റെ തിടമ്പകൾ സൂര്യന്റെ സ്തോത്രം കിരണങ്ങളേറ്റ് തിളങ്ങുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം, അത് കള്ളന്മാരുടെ ഗുഹയല്ല. ഈ പട്ടണത്തിൽ ഈ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ന്യൂനപക്ഷം ഭൂരിപക്ഷം. ഈ പട്ടണത്തിൽ ഒറ്റൊരുത്തന ദൈവത്തിന്റെ നാമത്തിന് നിൽക്കുന്നതെങ്കിലും അതാ അവന്റെ ദൈവത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഈ പട്ടണത്തിൽ 30 ലക്ഷം ആളുകളുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങള്? ഒരുവൻ മാത്രം യേശുവിന് വേണ്ടിയുള്ള ബാക്കി 29 ലക്ഷം ചില്ലാനും ദൈവത്തിന്റെ അല്ലെങ്കിലും സ്തോത്രം ഒറ്റൊരുത്തനാണ് ദൈവത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. മനുഷ്യന്റെ കണക്കല്ല ദൈവത്തിന്റെ കണക്ക്. ദൈവത്തിന് മഹത്വം. അത് എപ്പോൾ സംഭവിക്കും? ഹല്ലേലൂയ. സ്തോത്രം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യേശു കർത്താവിനെ ക്രൂശിച്ച് ശേഷം AD 66 70 യെരൂശലേം ദേവാലയം തകർന്നു പോയി. യെരൂശലേമിൽ യഹൂദന്മാരുടെ ഒരു ലഹള ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ വെസ്പേഷ്യനോട് റോമൻ ചക്രവർത്തിമാര് പറഞ്ഞു, ആലയത്തിന് കേടൊന്നും ചെയ്യരുത്, അതങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അബദ്ധവശാൽ ഒരു പടയാളി ഒരു തീപ്പന്തം എടുത്ത് ആലയത്തിന് നേരെ വലിച്ചെറിയവനിടയായി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പണിത പണികളും മരങ്ങളും അതിന്റെ തുലാങ്ങളും ഉത്തരങ്ങളും എല്ലാം കത്തിച്ചാമ്പലാക്കുവാൻ പോയി. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്ത് പ്രവചിച്ചു, യേശു കർത്താവ് എന്ത് പ്രവചിച്ചു, അങ്ങനെ തന്നെ സംഭവിച്ചു. ആഫ്രിക്കയിൽ നിന്ന് പ്രത്യേകം പരിശീലനം കൊടുത്തതായ ആനകളെ കൊണ്ടുവന്ന് ഈ ആനകളുടെ മുതുകത്ത് വലിയ തേക്കിന്റെ കടവുള്ള നോകങ്ങൾ വെച്ച് കെട്ടി ഉഴുതു. ഉരുകി വലിച്ച മണ്ണ് കല്ലിനുകൾക്കിടയിൽ കിടക്കുന്ന സ്വർണം വലിച്ചെടുക്കുവാൻ വേണ്ടി ചെയ്ത പണിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യഹൂദൻ ലോകത്തിലെ സകല രാജ്യങ്ങളിലേക്ക് ചിന്നിച്ചെതറിപ്പോയി. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യേശു കർത്താവിന്റെ വരവിന്റെ സമയമാകുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തന്റെ വരവിനെ കുറിച്ച്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിക്കുകയാണെങ്കിൽ യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് യേശു കർത്താവ് സ്തോത്രം ആ ബൈബിളിൽ മൊത്തം 600 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 318 പ്രാവശ്യം ന്യൂ ടെസ്റ്റ്മെന്റിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവിന്റെ വരവെന്ന് പറയുന്നത് അത് സംഭവിക്കുവാൻ പോവുകയാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും വംശം വംശത്തോടും എതിർക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ജാതി ജാതിയോട് യുദ്ധം ചെയ്യുക, രാജ്യം ആ രാജ്യത്തിൽ തന്നെ യുദ്ധം ചെയ്യുക. എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് സ്വസ്ഥതയുള്ളത്. സുഡാനിൽ സ്വസ്ഥതയുണ്ടോ? നമീബിയയിൽ സ്വസ്ഥതയുണ്ടോ? നൈജീരിയയിൽ സ്വസ്ഥതയുണ്ടോ? മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ലവേ ഇല്ല. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മാത്രമേ കേൾക്കുവാനുള്ളൂ. അതേ സ്തോത്ര. യേശു കർത്താവിന്റെ വരവിന്റെ അടയാളമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത്തി തളിർക്കും, അതിന്റെ കൊമ്പിളതായി വേനലെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. അത്തി എന്ന് പറയുന്നത് യഹൂദന്റെ രാഷ്ട്രീയ സ്ഥിതിയാണ് കാണിക്കുന്നത്. 2000 വർഷമായി സ്വന്തം നാടോ വീടോ ഇല്ലാതെ ലോകത്തിലെ സകല രാജ്യങ്ങളിലേക്കും ചിന്നിച്ചെതറിപ്പോയ യഹൂദൻ 1900 ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം തിരിച്ചു വരുവാൻ തുടങ്ങി. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴേക്കും യഹൂദൻ തന്റെ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അത്തി തളിർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും. അതിക്രമങ്ങൾക്ക് തടസ്സം ചെയ്യുവാനും നിന്റെ ജനത്തിനും ആമേൻ സ്തോത്രം 70 ആഴ്ചവട്ടം ശേഷിച്ചിരിക്കുകയാണ്. 62 ആഴ്ചവട്ടവും 62 + 7 69 ആഴ്ചവട്ടം അഭിഷക്തൻ ഛേദിക്കപ്പെടും. പിന്നെ ഈ ഒരാഴ്ചവട്ടം ഇത് കൃപായുഗത്തിന്റെ ആഴ്ചവട്ടമാണ്. അതിനെ പറയുന്നത് എസ്കറ്റോളജി, യുഗാന്ത്യ വേദശാസ്ത്രം എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് എബ്രായ ലേഖനം 1 വാക്യം വായിച്ച് 1:1 എബ്രായർ 1:1 4 വരെ.
എബ്രായർ 1:1 ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരവും പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശമായി വച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശമായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. മതി. ഈ എബ്രായ ലേഖനം എഴുതുവാനുണ്ടായിരുന്ന പശ്ചാത്തലം, ഈ യഹൂദന്മാരായിരിക്കുന്ന വ്യക്തികൾ യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇരുപ്രവൃത്തികളും കണ്ട് അവർ യേശുവിന്റെ നാമത്തിലേക്ക് കടന്നു വന്നു, ക്രിസ്ത്യൻസായി തീർന്നു. സ്തോത്രം. 30 വർഷത്തോളം യേശു കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതായ ജനം പിന്നിലേക്ക് മടങ്ങി പോകുവാനിടയായി തീർന്നു. 2:1 പറയുന്നു, അതുകൊണ്ട് വല്ലപ്പോഴും നാം ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായ വചനം ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് ഒരിക്കലായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനവന്റെ തത്വത്തിന്റെ മുദ്രയാകുന്നു. അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെ വഹിക്കുന്ന ദൈവമാണ്. ആമേൻ. പർവ്വതത്തെ വെള്ളിക്കോലുകൊണ്ടും കുന്നുകളെ തുലാസിലും തൂക്കി നോക്കി, ഭൂമിയിലെ പൂഴിയ നാഴിയിൽ കൊള്ളിച്ച് സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പിൽ കോരിയെടുത്തവൻ, അനാദിയുള്ളവൻ, ശാശ്വതവാസി, 7 നക്ഷത്രങ്ങളുടെ നടുവിൽ 7 പന്നൽ വിളക്കുകളുടെ നടുവിൽ അവൻ പറയുന്നു, ഞാൻ ആൽഫയും ഓമേഗയുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവനവന്റെ തത്വത്തിന്റെ മുദ്രയാണ്. അപ്പോൾ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് തിരുവചനമായി സ്തോത്രം 600 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 318 പ്രാവശ്യം ന്യൂ ടെസ്റ്റമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 50:5 വാക്യം ഒന്ന് വായിച്ചട്ടെ. സങ്കീർത്തനം 50. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ 50:5 വാക്യം. ഹല്ലേലൂയ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ യാഗം ഏതായിരുന്നു? സ്തോത്രം. എവിടെ നിന്നാണ് ഈ യാഗം ആരംഭിച്ചത്? അത് ഏദനിൽ മുതൽ ആ യാഗം ആരംഭിച്ചിരിക്കുകയാണ്. സ്തോത്രം. അബ്രഹാം യാഗം കഴിച്ചു, ഇസഹാക്ക് യാഗം കഴിച്ചു, യാക്കോബ് യാഗം കഴിച്ചു. പക്ഷേ മുന്നിലേക്ക് നോക്കി കഴിക്കുന്ന യാഗം വർഷങ്ങൾക്ക് ശേഷം യേശു കർത്താവിന്റെ യാഗം നടന്നില്ലായിരുന്നെങ്കിൽ ഈ യാഗത്തിനൊരു പ്രസക്തിയുമില്ല. കൃപായുഗത്തിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ 2000 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്നുള്ള ദൈവത്തിന്റെ നിയമം ക്രിസ്തുയേശുവിൽ നിറവേറുവാനിടയായി. അവൻ പാറയിൽ വെട്ടിയതായി കുഴിയിലേക്ക് യേശുവിനെ അടിച്ചതായി ക്രൂശിനെ ഉയർത്തിയിട്ടപ്പോൾ അവന്റെ അസ്ഥികളെല്ലാം ബന്ധപ്പെട്ടു. സ്വർഗത്തിനും ഭൂമിക്കും ആകാശത്തിന് കീഴ് ദൈവത്തിന്റെ പൊന്നോമനക്കുമാരൻ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമായി നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച് കിടക്കുകയാണ്. എന്നിട്ട് യേശു കർത്താവ് വിളിച്ചു പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാവുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ 75-80% പ്രവചനം അതുപോലെ തന്നെ നിവൃത്തിയായി. ആമേൻ. സ്തോത്രം. ഇനി നിവൃത്തിയാകുവാനുള്ളതായ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനത്തെയാണ് പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുക. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽക്കും. എത്രയോ ശുഭകരമായ വചനമാണ്. ഈ ലോകത്തിൽ നീ മട്ടുപ്പാവ് പണിതാലോ, കൊട്ടാരം പണിതാലോ, വെണ്ണക്കൽ കൊട്ടാരം പണിതാലോ, ഇതെല്ലാം അസ്തമിക്ക്. യുദ്ധശ്രുതികള്, ക്ഷാമങ്ങള്, ഭൂകമ്പങ്ങള്. സ്തോത്രം. ഭൂമി കിറുകിറ കീഴുന്നു, പൊടുപുട പൊട്ടുന്നു. അതിന്റെ പേരുള്ള അകൃത്യമാർ അതിന് ഭാരമായിരിക്കുന്നു. അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം.
പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ, ഇറാനിലെല്ലാം ഭൂകമ്പമാണ്. അവൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇടയായി തീർന്നു. പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയി അവരുടെ അജണ്ടയിൽ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്പരം പിടിച്ച് 2 ഗ്ലൂക്കോസ് കൊടുത്തു. സ്തോത്രം. അതോടുകൂടെ അജണ്ടയും പോയി, പ്രവർത്തനം പോയി. പ്രൈസ് ദി ലോർഡ്. ജീസസ് ഓൾമൈറ്റി ഗോഡ്. നിങ്ങൾക്ക് ചരിത്രം അറിയാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. തമ്പരം പിടിച്ച് 2 ഗ്ലൂക്കോസ് കൊടുത്തു. സ്തോത്രം. 10 ലക്ഷം രൂപ ക്യാഷ് ബാലൻസ് ഉള്ളവ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ബങ്കറിൽ ഭൂമിക്കടിയിൽ ഇരുന്നവൻ ഈ പച്ചക്കിരുന്ന് മരിക്കുവാനിടയായി. സ്തോത്രം. എന്റെ ഇതിന്റെ ഈ അവസ്ഥ ഇതാണെങ്കിൽ സ്തോത്രം, ഇതിൽ നിന്ന് വിടുവിക്കുവാൻ മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വാതിലാകുന്നു. സ്തോത്രം. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൽ. ഇത് നാം കഴിക്കുന്ന യാഗം ഏതാണ്? സ്തോത്രയാഗം എന്ന യാഗമാണ് നമ്മൾ അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതിപരിശുദ്ധമായ സ്ഥലത്ത് തന്റെ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു പോകുന്ന മഹാപുരോഹിതൻ അവന്റെ അറയിൽ ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ടാകും. ചങ്ങല. സ്തോത്രക്കല്ല. ഇവൻ വല്ല കുരുത്തക്കേട് കാണിച്ചിട്ട് ചെളിയാൻ പോയതാണെങ്കിൽ ഇവൻ കയറി കഴിഞ്ഞാൽ അവിടെ ചത്ത് കിടക്കും. പിന്നെ ഇവനെ പിടിക്കാൻ വേണ്ടി അവനും തട്ടിപ്പോകും. സ്തോത്രം. പൂസ പെട്ടകത്തെ കയറി പിടിച്ച് അവൻ തട്ടിപ്പോയി. സ്തോത്രം. അപ്പൊ ഈ ചങ്ങല പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എബ്രായർ 10:37 പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ. ഹല്ലേലൂയ. ആമേൻ. യുദ്ധങ്ങള്, ക്ഷാമങ്ങള്, ഭൂകമ്പങ്ങള്, വെള്ളപ്പൊക്കങ്ങള്, ആമേൻ, മേഘസ്ഫോടനങ്ങള്, കൊറോണ വൈറസുകള്, സ്തോത്രം, ഈ മാനവരാശിയെ തുടച്ചു നീക്കുവാൻ പോവുകയാണ്. ഒരു ഏകലോക ഗവൺമെന്റ് ഈ ലോകത്തിൽ വരുവാൻ പോവുകയാണ്. അതിനു മുന്നേ പ്രിയന്റെ കാഹളം ധരിക്കുന്ന സമയം സമാഗതമായിരിക്കുകയാണ്. എന്റെ ജനമേ, ഞാൻ വായ തുറക്കും, പുരാതനമായ കടങ്കഥകളെ ഞാൻ പറയും. നമ്മുടെ മക്കളോട് അത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്രയോ സന്തോഷകരമായ വചനമാണ്. ഹല്ലേലൂയ. 600 പ്രാവശ്യം യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രം 318 പ്രാവശ്യം പറയുന്നുണ്ട്. തന്റെ വരവിനെ കുറിച്ച് യേശു കർത്താവ് 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള സംഗതിയാണ്. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. വിളക്കിൽ എണ്ണയുള്ളവരായി മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവസഭയുടെ ബുദ്ധി പറയുക. യെരൂശലേമിന്റെ മതിലുകൾ പണിയും. ഇത് ഇവിടെ കൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഇത് വടക്കോട്ടും കിഴക്കോട്ടും വികസിക്കാൻ പോകുക. ആമേൻ. ഏറ്റെടുത്തോ. സ്തോത്രം. എന്റെ വാക്കല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. യെരൂശലേമിന്റെ മതിൽ പണിയുവാൻ അടിസ്ഥാനമിട്ടവൻ അത് പൂർത്തീകരിക്കും. അടിസ്ഥാനമിട്ടവൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഈ ചെളി നിറഞ്ഞ വയൽ മേടിച്ചപ്പോൾ എന്തെല്ലാം നിന്നയും ആട്ടും വഴികളും ദുഷികളും തുപ്പലൊക്കെ ഏറ്റു. പക്ഷേ ഈ കോഹിന്നൂർ ഡയമണ്ട കിട്ടിയെന്ന് വാങ്ങിയവന് മാത്രം അറിയൂ. ഇത് ലോകത്തിൽ ഒന്ന് ഒറ്റയ്ക്കൊരെണ്ണേ ഉള്ളൂ. അതിന് വില കണക്കാക്കുവാൻ സാധിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിന് വില പറയുവാൻ സാധിക്കുകയില്ല. ആമേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആമേ, ഒരു ആത്മാവിന്റെ വില എന്ന് പറഞ്ഞത് ഈ ലോകത്തെക്കാൾ വലുതാണ്. എന്തിനു നാം ഭാരപ്പെടണം? എന്തിനു നാം വേദനിക്കണം? ഇന്ന സ്ഥലത്ത് പോയി പ്രവർത്തിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല. എന്തിനു ഭാരപ്പെടണം? എന്തിനു വേദനിക്കണം? സ്തോത്രം. സകലത്തെയും നിന്റെ കയ്യിലാക്കി തരുവാൻ കർത്താവ് മതിയായവനായ ദൈവമാണ്. ഈ സന്ധ്യാസമയം ഇത്രമാത്രം വചനം ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ഇതിന്റെ ഭാരവാഹികളെയും ചർച്ച നടത്തിപ്പുകാരെയും മറ്റുള്ള ലീഡേഴ്സിനും പിന്നെ എന്റെ നന്ദി വന്ദനം അറിയിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളെ നിങ്ങൾ ധ്യാനിക്കുക. സ്തോത്രം. നിന്ദകളും വഴികളും ദുഷികളും കേൾക്കുമ്പോൾ നീ മനസ്സിലാക്കുക, നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ആമേ ഒരു കോഹിന്നൂർ ഡയമണ്ട് ആണെന്ന് മനസ്സിലാക്കുക. ആമേ. വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്, ജയിക്കുന്നവന് ആമേ ഞാൻ കിരീടം കൊടുക്കും, ആർക്കും കൊടുക്കാത്ത മന്നവന് ഞാൻ കൊടുക്കും. ആമേ. വെള്ള ധരിച്ചുകൊണ്ട് അവരെന്നോട് കൂടെ നടക്കും. ഞാൻ അവർക്ക് ജാതികളുടെ മേൽ അവകാശം കൊടുക്കും. ഹല്ലേലൂയ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. വിശുദ്ധന്മാർ ജാതികളെ വിധിക്കും.
തീർന്നില്ല. വിശുദ്ധന്മാർ ദൂതന്മാരെ വിധിക്കും. ഹല്ലേലൂയ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ കാലുകളും യേശു കർത്താവിന് മുൻപാകെ മടങ്ങും. ആ സമയത്ത് മടങ്ങിയതുകൊണ്ട് ഒരു പ്രയോജനവും ഇപ്പൊ മടങ്ങുന്നവനെ മെച്ചമുള്ളൂ. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. രണ്ടാം മരണത്തിന് അവന്റെ മേൽ അവകാശമില്ല. അന്തുരമാന ദുരമാന രജരജാന ജിതരജാന നിൽക്കമാന കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താതെ. ീരരാജ വൈഡമാന മൽക്കരത്ത് രാജരാജ വൈഡമാന ജിതരാജ ലീലമാന ജിത്തരാജ ചിത്തമാന ജിത്തരാജ വൈഡരാജ ലീല രാജ ലീല രാജ ലീല രാജ ലീല രാജ ജിത്തമാന വൈഡമാന വൈഡരാജ വൈഡമാന വൈഡരാജ ജിതരാജ ജിതരാജ. ഓ ജിത രാജ 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 ജിത രാജ. എന്നെ കൊണ്ട് ക്ഷണിക്കുകയും അവസരം തരികയും ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ചർച്ചിനോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആലോചന വിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനായി പിന്നെയും ദൈവത്തിന്റെ എല്ലാവരും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ബെന്നി ജോസഫ്. എൻ്റെ സഭ കുന്നംകുളത്ത് പോർക്കളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സഭ ഇരിക്കുന്നത്. കർത്താവ് മാനിക്കട്ടെ, ശകാകട്ടെ. ഓക്കെ, താങ്ക് യു.